അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നതായി വാസില റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് തൗറാത്തിൻ്റെ സ്ഥാനത്ത് സബ് നൽകപ്പെട്ടിരിക്കുന്നു. സബൂറിന് പകരമായി മിഈനയും ഇഞ്ചീലിന് പകരമായി മസാനിയും മുഫസ്സൽ കൂടുതലായും നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ആദ്യ 7 സൂറത്തിന് സബ് തിവാൽ എന്നും, അതിനുശേഷമുള്ള 11 സൂറത്തിന് മിഈന എന്നും, തുടർന്നുള്ള 20 സൂറത്തിന് മസാനി എന്നും, അതിനുശേഷം ഖുർആൻ അവസാനിക്കുന്നത് വരെയുള്ള ബാക്കി സൂറത്തുകൾക്ക് മുഫസ്സൽ എന്നും പറയപ്പെടുന്നു. ഇതാണ് പണ്ഡിതന്മാർക്കിടയിലെ പ്രബലമായ അഭിപ്രായം. ചില സൂറത്തുകളെ സംബന്ധിച്ച് ഇത് തിവാലിൽപ്പെട്ടതാണോ മിഈനയിൽപ്പെട്ടതാണോ എന്നും, ചിലതിനെ സംബന്ധിച്ച് ഇത് മസാനിയിൽപ്പെട്ടതാണോ മുഫസ്സലിൽപ്പെട്ടതാണോ എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഹദീസിൻ്റെ ആശയത്തെ ബാധിക്കുന്നതല്ല. ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: മുൻകാലങ്ങളിൽ വാനലോകത്ത് നിന്നും ഇറക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങൾക്കും തുല്യമായത് ഖുർആൻ ഷരീഫിലുണ്ട്. അതുകൂടാതെ മുഫസ്സലായ സൂറത്തുകൾ ഖുർആൻ ഷരീഫിൽ പ്രത്യേകം കൂടുതലായുണ്ട്. അതിന് തുല്യമായത് മുൻകാല ഗ്രന്ഥങ്ങളിൽ ലഭ്യമല്ല. അബൂ സയ്യിദ് ബിനുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ മുഹാജിരീങ്ങളിൽ നിന്നുള്ള സാധുക്കളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അവരുടെ പക്കൽ ശരീരം മുഴുവനും മറക്കുന്നതിനുള്ള വസ്ത്രമുണ്ടായിരുന്നില്ല. അവരിൽ ചിലർ മറ്റ് ചിലരെ കൊണ്ട് ശരീരഭാഗം മറച്ചിരിക്കുകയാണ്. അതിലൊരാൾ ഞങ്ങൾക്ക് ഖുർആൻ ഷരീഫ് ഓതിക്കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടെ അള്ളാഹുവിൻ്റെ റസൂല് വരികയാണ്. ഞങ്ങളുടെ സമീപം വന്നു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഓതിക്കൊണ്ടിരുന്ന ആൾ ഓതൽ നിർത്തി. അപ്പോൾ തങ്ങൾ സലാം പറഞ്ഞ ശേഷം, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഞാൻ ആരുടെ കൂട്ടത്തിൽ പോയിരിക്കുവാനായി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നോ അപ്രകാരമുള്ള ഒരു വിഭാഗത്തെ ഈ നിലയിൽ എൻ്റെ ഉമ്മത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് തങ്ങൾ എന്നോട് പറഞ്ഞു. അതിന് ശേഷം ആരോടും അടുത്തു പോവുകയോ ദൂരമായി പോവുകയോ ചെയ്യാത്ത വിധം സമമാകത്തക്കവണ്ണം ഞങ്ങളുടെ മധ്യഭാഗത്ത് തങ്ങൾ ഇരുന്നു. അനന്തരം എല്ലാവരോടും വട്ടത്തിനിരിക്കാൻ കൽപ്പിക്കുകയും എല്ലാവരുടെയും മുഖങ്ങൾ തങ്ങളുടെ നേരെ തിരിച്ചവരായി വട്ടത്തിനിരിക്കുകയും ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞു, അല്ലയോ മുഹാജിറുകളിൽ നിന്നുള്ള സാധുക്കളുടെ സംഘമേ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ പ്രകാശമുണ്ടായിരിക്കുന്നതാണ്. സമ്പന്നരേക്കാൾ 1/2 ദിവസം മുമ്പായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ശരീരം മുഴുവൻ
മറക്കുന്നതിനുള്ള വസ്ത്രമില്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറക്കൽ നിർബന്ധമായ ഔറത്തൊഴിച്ചുള്ള ഭാഗങ്ങളാണ്. സദസ്സിൽ അങ്ങനെയുള്ള ഭാഗങ്ങളും മറക്കേണ്ടതാണതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാതിരിക്കത്തക്കവണ്ണം ഒരാൾ മറ്റൊരാളുടെ പിന്നിലിരുന്നത്. അവർ ഖുർആൻ ശ്രദ്ധിക്കുന്ന ജോലിയിൽ തന്നെ വ്യാപൃതരായിരുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെക്കുറിച്ച് ആദ്യം അറിയാതിരുന്നത്. എന്നാൽ തങ്ങൾ ഏറ്റവും അടുത്തെത്തിയപ്പോൾ അറിയുകയും ആദരവിൻ്റെ പേരിൽ ഓതിക്കൊണ്ടിരുന്ന ആളത് നിർത്തുകയും ചെയ്തു. ഓതിക്കൊണ്ടിരുന്നത് തങ്ങൾ കണ്ടിട്ടും ഇപ്രകാരം ചോദിച്ചത് സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷത്തിന് തുല്യമാണ്. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷത്തിന് സമമാണ്. ഇതുകൊണ്ട് തന്നെ ഖിയാമത്തിനെ കുറിച്ച് എവിടെയെങ്കിലും പറയപ്പെടുമ്പോൾ ഉദൻ എന്ന പദം പറയുന്നത് ഇതിൻ്റെ എല്ലാം അർത്ഥം അടുത്ത ദിവസം എന്നാണ്. പക്ഷേ ഇതെല്ലാം സാധാരണ പൊതുവിശ്വാസികളെ സംബന്ധിച്ചാണ്. ഇല്ലെങ്കിൽ കാഫിരീങ്ങളെ സംബന്ധിച്ച് 50,000 വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷത്തിന് തുല്യമായ ഒരു ദിവസത്തിൽ ചില പ്രത്യേക മുഅ്മിനീങ്ങൾക്ക് അവരുടെ നിലയനുസരിച്ച് കുറഞ്ഞതായി അനുഭവപ്പെടും. ചില മുഅ്മിനീങ്ങൾക്ക് സുബഹിയുടെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്തിന് തുല്യമായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അനേകം ഹദീസുകളിൽ പറയപ്പെട്ടതുപോലെ ഖുർആൻ ശരീഫ് ഓതുന്നതിൻ്റെ മഹത്വങ്ങൾ അതിലില്ലാത്തതാണ്. അത് കേൾക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അനേകം ഹദീസുകളിൽ വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെയുള്ള മജ്ലിസിൽ പോയി പങ്കെടുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നതിലുപരി കൂടുതലായി ശ്രേഷ്ഠമായ എന്ത് മഹത്വം വേണം? മേൽ പറയപ്പെട്ട ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നത് പോലെ ഖുർആൻ ശരീഫ് കേൾക്കൽ അത് ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആൻ ഓതൽ സുന്നത്തും അത് കേൾക്കൽ ഫർളുമാണ്. ഫർളിൻ്റെ സ്ഥാനം സുന്നത്തിനേക്കാൾ കൂടുതലാണല്ലോ. ഈ ഹദീസിൽ നിന്നും ഉലമാക്കൾക്കിടയിൽ അഭിപ്രായമുള്ള മറ്റൊരു മസലയും കൂടി ഗ്രഹിക്കാം. അതായത് തൻ്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിച്ചുകൊണ്ട് മറ്റാരോടും തൻ്റെ ഇല്ലായ്മയെ വെളിപ്പെടുത്താതെ കഴിഞ്ഞുകൂടുന്ന സാധുവാണോ ശ്രേഷ്ഠൻ? അതല്ല കടമകൾ ശരിയായി നിർവഹിക്കുന്ന ധനികനാണോ ശ്രേഷ്ഠൻ? ഈ ഹദീസ് കൊണ്ട് ക്ഷമിച്ചു കഴിയുന്ന സാധുവാണ് ശ്രേഷ്ഠൻ എന്നാണ് തെളിയുന്നത്. അള്ളാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.